എങ്ങനെയാണ് ഈ അപകടത്തിൻ്റെ മുന്നറിയിപ്പ് വന്നത്? ആ മുന്നറിയിപ്പ് പ്രദേശവാസികൾ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നോ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഒരു വലിയ ദുരന്തം വരുന്നത് ഇന്നലെ ഈ സമയത്ത് മുൻകൂട്ടി കാണാൻ കഴിയാതെ മുണ്ടക്കയിലെ ജനം ഉറങ്ങിയ മണിക്കൂറുകളായിരുന്നു ഇന്നലെ ഈ സമയത്ത്. അപ്പോഴാണ് ഇന്ന് രാവിലെ 2 മണിയോടുകൂടി മുണ്ടക്കയെ തകർത്ത് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. മേപ്പാടിയിൽ പുഴയുടെ വെള്ളത്തിൻ്റെ നിറം മാറിയ ഒരു സൂചനയാണ് ആദ്യം ഉണ്ടായത്. ഇങ്ങനെ ഒരു വലിയ ഉരുൾപൊട്ടൽ വരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ സൂചന പ്രകൃതി തന്നെ നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ അപ്പോൾ തന്നെ ആ മുന്നറിയിപ്പുകൾ വരുന്നു. മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല. ഏറെ പേരെ പഞ്ചായത്ത് അധികൃതർ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മാറ്റിപ്പാർപ്പിച്ചതുകൊണ്ട് കൂടിയാണ് കുറേ പേരെ രക്ഷപ്പെടുത്താനായത്. അല്ലെങ്കിൽ ഇതിലും വലിയ ഒരു സംഖ്യയിലേക്ക് ഈ അപകട സംഖ്യ, മരണസംഖ്യ പോകുമായിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. ഈ വിഷയം അറിഞ്ഞ് മേപ്പാടിൽ നിന്നൊക്കെ ഒരുപാട് പേര് മുണ്ടക്കയിലെത്തുമ്പോഴും ചൂരൽമല നിവാസികൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് മലവെള്ളപ്പാച്ചിൽ വന്ന് ഒരു ഗ്രാമത്തെ തന്നെ ഒഴുക്കിക്കൊണ്ടുപോകുമെന്ന് തീരെ പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതും എടുത്തു പറയണം, ഈ രണ്ടാമതുണ്ടായ 4:10 സംഭവിച്ച രണ്ടാമത്തെ ഉരുൾപൊട്ടലിലാണ് കുത്തിയൊലിച്ച് എത്തിയ മണ്ണ്, ഒപ്പം പുഴയുടെ ഗതി പോലും മാറിയൊഴുകിയ ഒരു സാഹചര്യം. അത് ചൂരൽമല എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവനുമെടുത്തു, വീടുകളുമെടുത്തു. 2.5 കിലോമീറ്ററോളം ചൂരൽമലയിൽ ഒലിച്ചുപോയ ഒരു സാഹചര്യം. മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമല, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഒറ്റപ്പെട്ട ഒരു സാഹചര്യം. അപ്പോഴാണ് ചൂരൽമല മുണ്ടക്കൈ റോഡ് തന്നെ ഒലിച്ചുപോയത്, പാലം തന്നെ തകർന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി ഇപ്പോഴും അറിയേണ്ടത് ഈ ദൗത്യ അപ്പോഴും രക്ഷാസംഘം നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരെയെല്ലാം ജീവനോടുകൂടി പുറത്തെത്തിക്കാമെന്ന് നോക്കുമ്പോൾ പിന്നീട് ഈ ആശങ്ക നിൽക്കുന്നത് ആരെല്ലാം മണ്ണിനടിയിൽ പോയിട്ടുണ്ട് എന്നുള്ള, ആരെല്ലാം ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അന്വേഷണത്തിലാണ്. നേരത്തെ പറഞ്ഞ പോലെ 15 കിലോമീറ്റർ അകലെന്ന് വരെ മൃതദേഹങ്ങൾ, ഛിന്ന ഭിന്നമായിട്ടുള്ള ശരീരഭാഗങ്ങളൊക്കെ കണ്ടെടുക്കാൻ കഴിഞ്ഞൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒഴുക്കിൽ എത്ര പേര് പെട്ടു എന്നുള്ള കാര്യങ്ങൾ പോലും ഇനിയുള്ള മണിക്കൂറുകൾ ഒരുപക്ഷെ അത് പറയാൻ പോകുന്നത് ഒട്ടും സുഖകരമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കില്ല. ഈ മുണ്ടക്കയിൽ ഇപ്പോൾ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ 10ഓളം വീടുകളുടെ മാത്രം തറകൾ ബാക്കിയുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ്. ഒറ്റ നോട്ടത്തിൽ 150ഓളം വീടുകൾ തകർന്നു പോയതായിട്ടുള്ള വാർത്തകളുണ്ട്. ഈ തകർന്ന് പോയി കിടക്കുന്ന ആ വീടുകളിലൊക്കെ ആളുകൾ ഉണ്ടാകുമോ? അവരൊക്കെ ജീവനോടുകൂടി, ജീവന് വേണ്ടി സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ച ഈ മണിക്കൂറുകൾ ഉണ്ടാകുമോ എന്നുള്ളൊരു വലിയ ചിന്തയുണ്ട്. അത് കേരളത്തിൻ്റെ മനസ്സിലുണ്ട് ഈ നിമിഷത്തിൽ. അപ്പോൾ പറ്റാവുന്ന രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നു. ആളുകൾ ഉണ്ടാകാമെന്ന് തോന്നുന്ന സ്ഥലത്ത് ഈ അവശിഷ്ടങ്ങളൊക്കെ മാറ്റി പരിശോധന നടത്തുക എന്നുള്ളൊരു ദൗത്യമാണ് രക്ഷാപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പലയിടത്തുനിന്നും കിട്ടുന്ന ഈ രേഖകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ നമ്പറുകൾ എടുത്തൊക്കെ വിളിച്ചൊക്കെ നോക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. 2 കുടുംബങ്ങളുടെ വീടുകളൊക്കെ പൂർണ്ണമായി തകർന്ന ഒരു സാഹചര്യം, ആ വാർത്തയൊക്കെ വന്നു. ആ 5 പേരുണ്ടായിരുന്നു ഈ 2 കുടുംബങ്ങളുടെ വീടുകളിൽ. അതിൽ 10 പേരാണ്. ആ 10 പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്താനായി, അതുമാത്രമാണ് ഉണ്ടായത്. നോക്കൂ, ആ തരത്തിലുള്ള ദുരന്തത്തിൻ്റെ വ്യാപ്തിയാണ് അവിടെ ഉണ്ടായിരുന്നത്. നേരത്തെ നമ്മളുടെ പ്രതിനിധി ഷബീർ അവിടെ നിന്ന് പറയുന്നു, ഈ മുണ്ടക്കയിൽ ഈ അതിഥി തൊഴിലാളി കുടുംബങ്ങളൊക്കെ താമസിച്ചിരുന്ന, തേയിലത്തോട്ടങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന തൊഴിലാളികളുണ്ട്. അവർ താമസിച്ചിരുന്ന ലയങ്ങളുണ്ട് മുണ്ടക്കയിൽ. ആ ലയങ്ങൾ അപ്പാടെ, അതായത് ഒന്ന് ഒഴിയാതെ ആ ലയങ്ങളെല്ലാം ഒലിച്ചു പോയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പോഴും ഈ നേരത്തെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. ഈ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നപ്പോൾ ഈ കുട്ടി കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് ഈ 100ഓളം പേര് ഉള്ള ഈ ലയത്തിൽ നിന്നൊക്കെ ഒരു 50ഓളം പേര് ഇന്നലെ ഈ മുന്നറിയിപ്പിനെ തുടർന്ന് മാറി
എന്നുള്ളൊരു വിവരമുണ്ട്. പക്ഷേ അപ്പോഴും ബാക്കി 50 പേർക്ക് എന്ത് സംഭവിച്ചു? ഈ ലയങ്ങൾ ഒലിച്ചു പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 50 പേരെവിടെ? അങ്ങനെയൊക്കെ ഒരു ലയം ആ തേയില തോട്ടത്തിൽ അങ്ങനെ ലയങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം പോലും, ഒരു അവശേഷിപ്പും പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ കുത്തിയൊലിച്ചു വന്ന മണ്ണും വെള്ളവും ഒക്കെ ബാക്കി ചിത്രം അവിടെ പുറത്ത് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഉള്ള മണിക്കൂറുകൾ കണ്ടെത്തേണ്ടത് കുടുങ്ങിക്കിടക്കുന്നവരുടെ വിവരങ്ങൾ, അവരെ രക്ഷിക്കാനാവുക, ഗുരുതരമായി പരിക്കേറ്റവരുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം, അതിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അതിന് തന്നെയാണ്, ജീവനോടെയുള്ളവരെ പുറത്തെത്തിക്കുക എന്നുള്ളത്. നേരത്തെ മന്ത്രിമാർ പറയുകയുണ്ടായി, ഒരുവിധം ജീവനോടെയുള്ളവരെല്ലാവരെയും മുണ്ടക്കയിൽ നിന്ന് പുറത്തെത്തിക്കാൻ എത്തിച്ചു. പക്ഷേ അതിനുശേഷം കൂടിയാണ് ന്യൂസ് 18ലേക്ക് ആളുകൾ വിളിച്ചു പറയുന്നത്, ഞങ്ങളിതാ കുടുങ്ങിക്കിടക്കുകയാണ്, ഇവിടെ ആരും വന്നിട്ടില്ല, ഭക്ഷണം തീരുന്നു, വെള്ളം തീരുന്നു, കയ്യിലുണ്ടായിരുന്ന അരി വരെ കഴിഞ്ഞു, നാളെ എന്ത് ചെയ്യുമെന്നറിയില്ല, ഭക്ഷണവും വെള്ളവുമല്ല, പുറത്ത് കടക്കാനാകുമോ? എങ്ങനെയായിരിക്കും അവർ ഈ മണിക്കൂറിൽ, ഇനിയുള്ള മണിക്കൂറുകൾ, രാത്രിയൊക്കെ എങ്ങനെയാണ് അവർ ചെലവഴിക്കുക? എത്രത്തോളം ആശങ്കയായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിലെന്ന് നമുക്കത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല.